നമ്മളിന്ന് കാൻറ്റർബറിയിൽ കത്തീഡ്രൽ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. രാത്രിയായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ പുറകിൽ കാണുന്നതാണ് കത്തീഡ്രൽ. പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ വലിയ വ്യൂ ഒന്നും കിട്ടില്ല. നാളെ രാവിലെ വന്നിട്ട് നമ്മൾ ആദ്യം വീഡിയോ എടുക്കും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. കത്തീഡ്രൽ കണ്ടിട്ട് കുറച്ച് നാളായെങ്കിലും അതിൻ്റെ വീഡിയോ ഇടാൻ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ നേരം കിട്ടിയത്. നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രം നെഞ്ചിലേറ്റി നിൽക്കുന്ന ശാന്തിയും വിശ്വാസവും നിറഞ്ഞ ഒരു സ്ഥലം. ഇവിടെ ഓരോ കല്ലിനും പറയാനുള്ളത് ഓരോ കഥയാണ്. പ്രാർത്ഥനകളുടെയും യാത്രകളുടെയും കാലം കടന്നുപോയ സാക്ഷി പോലെ. കത്തീഡ്രലിൻ്റെ നിശബ്ദത മനസ്സിനെ സ്വസ്ഥാക്കും, ആത്മാവിനെ ഒന്നും നിൽക്കാൻ പഠിപ്പിക്കും. ഞങ്ങൾ പോയതൊരു ക്രിസ്മസിൻ്റെ സമയത്തായതുകൊണ്ട് തന്നെ അവിടെ കൊയർ പ്രാക്ടീസും അതുമായി തന്നെ പലതരം യൂണികളിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ വിസിറ്റും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഭംഗിയാണ് കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ട്. കാലം മാറിയാലും കാൻറ്റർബറി കത്തീഡ്രലിൻ്റെ സൗന്ദര്യം പ്രൗഢിയും അതുപോലെ തന്നെ ഉണ്ട്. പല ഭാഗങ്ങളും എനിക്ക് വെളിച്ചത്തിൻ്റെ അഭാവം മൂലം അതിൻ്റേതായിട്ടുള്ള തനത് ഭംഗിയിൽ ഒപ്പിയെടുക്കാൻ അത്രയ്ക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും കാണുന്നത്ര ഭംഗിയിൽ ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധം എല്ലാം ക്യാമറയിൽ പകർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം പ്രിയ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ ഓരോ കോർണറിൻ്റെയും കഥകളും എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടിയിട്ടാണ് ഞാൻ കത്തീഡ്രലിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ടത്. അതിൻ്റേതായിട്ടുള്ള സന്തോഷവും എൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. ചരിത്രം ഉറങ്ങുന്ന മണ്ണായതുകൊണ്ടും അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് അറിയാത്തത് കൊണ്ടും എനിക്കതിനെക്കുറിച്ചിട്ട് ആനുകാലികമായിട്ട് പറയാനൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ ചരിത്രപരമായിട്ടുള്ള പള്ളികളോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളോ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. എത്ര ഭംഗിയിലാണല്ലേ അത്രയും കാലം അല്ലെങ്കിൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർ ഓരോ കൊത്തുപണികളും ഓരോ ആർക്കിടെക്റ്റുകൾ വെച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളും എന്ത് ഭംഗിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. കത്തീഡ്രലിൻ്റെ ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ആധുനിക രീതിയിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നില്ലെങ്കിൽ പോലും ആ പഴമയുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്താതെ അവരെത്ര മനോഹരമായിട്ടാണ് അത് നിലർത്തി കൊണ്ടുവന്നത് കണ്ടോ. എനിക്ക് അത്രയും അധികം ഇഷ്ടപ്പെട്ടു. ഇത് കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മ വന്നത്, ഞാൻ ആ സമയത്തൊക്കെ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ പണ്ടത്തെ ദേവദൂത സിനിമയില്ലേ അതിലൊരു ഭാഗം പോലെ നമുക്ക് തോന്നുന്നില്ലേ. ഇത് അവരുടെ ലൈബ്രറിയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. അവിടുത്തെ ഓരോ കാര്യങ്ങളും ഓരോ ചരിത്രങ്ങളും അതിൻ്റേതായിട്ടുള്ള തനത് രീതിയിൽ തന്നെ അവർ നിലനിർത്തി പോരുന്നുണ്ട്. ഈ ഒരു ക്രിസ്മസിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ ടൈമിലോ എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓരോ യാത്രയ്ക്ക് ഇനിയും ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് കരുതി ഈ വീഡിയോ അവസാനിപ്പിക്കണം. ടേക്ക് കെയർ, ബൈ.